ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോസറ്റ് മെറ്റീരിയലാണ് ചെയ്യുന്നത്. ഇത് ഡബിൾ കളർ കോമ്പിനേഷൻ വരുന്നതാണ്. ഒരു യെല്ലോയും ലൈറ്റ് ബ്ലൂവും കൂടെ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ നെക്കിൻ്റെ സൈഡിലായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ജസ്റ്റ് റിംഗ് നോട്ട്സും, അതായത് ഇതിൻ്റെ ഫ്ലവേഴ്സിൽ റിംഗ് നോട്ട്സും പിന്നെ അതിൻ്റെ ലീഫ് വർക്കും, അത് രണ്ടും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ്സ് ഈ 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫ്ലവേഴ്സും ലീവ്സും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ഒരു റൗണ്ട് വരച്ചു, അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ചെറിയൊരു റൗണ്ടും കൂടെ വരച്ചു കൊടുക്കുക. അപ്പം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിലുള്ള റൗണ്ടിൽ നിന്ന് കുത്തിയാണ് പുറത്തേക്ക് നമ്മൾ റിങ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുമ്പം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഒരു ചുറ്റെടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ 1 or 2 ചുറ്റെടുക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്യുമ്പം നമ്മൾ ഈ ത്രെഡ് ഒരു വട്ടം ഇങ്ങനെ 2 വട്ടം ചുറ്റിയിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ റിംഗ് നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചുറ്റിയതിന് ശേഷം ഒരു റിങ്ങിൻ്റെ ഷേപ്പിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൈ വെച്ച് അതിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഒരു കറക്റ്റ് ഒരു റിങ്ങിൻ്റെ ഷേപ്പ് വരും. എന്നിട്ടാണ് സൂചി നമ്മൾ താഴേക്ക് കുത്തിയെടുക്കുന്നത്. ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്താണ്, ഔട്ടർ പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇന്നറിലേക്ക് വരേണ്ടത്. കാരണം നമുക്കതൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടണമെങ്കിൽ പുറത്തെ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ അകത്തേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ലീഫ് ചെയ്യുന്നത് ഇതാണ്. ലീഫും സ്റ്റെമ്മും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം ലീഫ് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ സ്റ്റെമ്മും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റെമ്മ് ചെയ്യുന്നത് ചെറിയ നീഡിൽ വെച്ചിട്ടാണ്. 3 strands എടുത്തിട്ടുള്ളൂ ത്രെഡ്, കാരണം നമുക്ക് തിന്നായിട്ടാണ് വേണ്ടത് അതിൻ്റെ സ്റ്റെം ചെയ്യുന്നത്. ലീഫ് ചെയ്യാൻ വേണ്ടി ഞാൻ 6 strands എടുത്തിട്ടുണ്ട്. 6 strands നൂലിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ബാക്കി ചെയ്യാനുണ്ട്, അതുകൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യുമ്പം അതിലെ ഓരോ സ്റ്റിച്ചും മാക്സിമം അടുത്തടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ആ ലീഫിന് നമുക്കൊരു തിക്നെസ്സും പിന്നെ ഒരു ഭംഗിയൊക്കെ തോന്നുകയുള്ളൂ.
ത്രെഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. ഞാനിതിൽ കുറച്ച് ബീഡ്സ് വർക്കും കൂടെയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലത്തെ ഏറ്റവും ചെറിയ ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓരോ ഫ്ലവറിലും 3 ബീഡ്സ് വരുന്നത് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലീഫിലെല്ലാം ഓരോ ബീഡ്സ് വെച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻസും അറിയിക്കണം.